ടെമ്പിൾ എന്നൊരു ഫാൻറ്റസി ടൈപ്പ് മൂവിയായിരുന്നു. ഈ ഇടക്കാലത്ത് അങ്ങനത്തെ ഒന്നും ഇറങ്ങിയിട്ടില്ല പടം. അപ്പോൾ നമ്മൾ ഈ അടികപ്പേരെ കൂട്ടമണി ആ ഒരു വൈബില്ല. ഇത് ചെറിയ പയ്യന്മാരും ഒരു പണ്ടത്തെ സ്റ്റോറി, പണ്ടത്തെ സ്റ്റോറിയിൽ കിട്ടുന്ന ഒരു സാധനമായിട്ടുള്ള ഒരു കഥയാണ്. സുരാജൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. സുരാജ്, ഷറഫ്, മോനെ സീൻ, കാരണം പിന്നെ ഒരു പയ്യുണ്ട് എൻ്റെ അകത്ത്. മെയിൻ റോൾ ചെയ്യുന്ന ഒരു പയ്യനാണ് എൻ്റെ. ആ പയ്യൻ അവനാണ് മെയിൻ ക്യാരക്ടർ. അവൻ തകർത്തു. കിട്ടും ഏത് പടം? പടക്കളം ഫയർ പടം ഒന്നുമില്ല. തുറക്കുന്ന താമസം ചിരി പടം ഫുൾ അടിപൊളി. എല്ലാ ഏജിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാ ഏജിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലത്ത് ലാഗ് പറയുന്നില്ല. ഫുൾ തുടക്കം തൊട്ട് അവസാനം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കോൺസെപ്റ്റ്. ഫ്രഷ് ഫൺ ഫയർ പടം. എങ്ങനെയുണ്ട് സുരാജ്? സൂപ്പർ. ഡയറക്ഷൻ അടിപൊളി. അടിപൊളി പടം. എന്തായാലും സൂപ്പർ പടം. സൂപ്പറാണ്. നമ്മള് ഫസ്റ്റ് ഹാഫ് ചിരിക്കും, സെക്കൻഡ് ഹാഫ് അതിനേക്കാളും പോലെ ചിരിക്കും. തിരിച്ചു പറഞ്ഞു. സത്യം. വാല്യൂ. എങ്ങനെയുണ്ട് സുരാജ് ഏട്ടൻ, ഷറഫുദ്ദീന്, എല്ലാവരും അടിപൊളി. ഷറഫുദ്ദീനാണ് ഇതിന്റെ നല്ലത്. സെക്കൻഡ് ഹാഫ് കലക്കി. നല്ല ആക്ടിങ്, നല്ല മ്യൂസിക്, ഓവറോൾ നല്ല എന്റർടൈനിങ് ആണ്. ഫുൾ അടിപൊളി. ചിരിക്കാം. ഫുൾ ശരിയാണ്. നല്ല ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റോറി മലയാളത്തിലൊന്നും വന്നിട്ടില്ല. ഫുള്ളി ഡിഫറെൻറ്റ് സാധനം. അടിപൊളി. തിയേറ്ററിൽ തന്നെ കാണും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. സുരാജേട്ടൻ വീണ്ടും ഒരു കോമഡി റോളിലായിട്ട് വന്നപ്പോഴത്തേക്കുണ്ടായിരുന്നു. പിന്നെ അടിപൊളി. അത് പുള്ളിക്കാരൻ്റെ മെയിൻ ഐറ്റമാണല്ലോ ഇത്. ഇതിൻ്റെ ഒരു ത്രൂ ഔട്ട് സാധനം മൂവിയിലുണ്ട്. പിന്നെ അതേപോലെ 4 മെയിൻ ലീഡായിട്ട് ചെയ്ത പയ്യന്മാരും അടിപൊളി. സൂപ്പർ. ഡയറക്ഷനാണ് അടിപൊളി. ഡയറക്ഷൻ എന്തായാലും പയ്യന്മാരോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബായിട്ടിരുന്ന് കാണാം. പിന്നെ സൂപ്പർ അടിപൊളി. എല്ലാവർക്കും കോളേജ് സ്റ്റുഡൻസിനൊക്കെ അടിപൊളിയായിരുന്നു. കാണണം. ഫ്രണ്ട്സുമായിട്ട് വന്ന് കണ്ട് ചിരിക്കാൻ പറ്റിയ അടിപൊളി പടമാണ്. കൺസെപ്റ്റും ഭയങ്കര ഒരു പുതിയ കൺസെപ്റ്റാണ് പറയുന്നത്. BGM അടിപൊളി. ആക്ടിങ് പെർഫോമൻസ് സുരാജ് ബ്രോയുടെ പണ്ടത്തെ ആ പെർഫോമൻസ് ഒക്കെ നമുക്ക് തിരിച്ചാണ്. അത് എനിക്ക് പേഴ്സണലി വർക്കൗട്ടായില്ല. പിന്നെ നമ്മളൊരു ബലം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറ്റില്ലല്ലോ. സിനിമ എൻജോയ് ചെയ്ത് തുടങ്ങണം. നമ്മളാ ഒരു സിനിമ പറയുന്നവർക്ക് ആ ഒരു മോഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊരു വ്യത്യസ്ത പ്രമേയമുള്ളൊരു സിനിമയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ പവറൊക്കെ ഇൻവോൾവ് ആവുന്ന ഒരു സിനിമയാണ്. പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു ഇതുകൊണ്ട് തന്നെ എനിക്ക് വെൽ കണക്റ്റഡായി സിനിമ. പിന്നെ കുറച്ച് പേരുടെ കഥ, ചിലരുടെയൊക്കെ പ്രകടനങ്ങൾ കുറച്ചൊന്ന് അരോചകമായിട്ട് തോന്നി. പക്ഷേ എടുത്തു പറയേണ്ടത് സന്ദീപ് പ്രദീപ്, ഷറഫുദ്ദീൻ, അവരുടെ 2 പേര്. സുരാജ് പുള്ളി പിന്നെ നാച്ചുറലായിട്ട് പുള്ളിക്കാണെങ്കിൽ പിന്നെ ഇതൊരു കേക്ക് വാക്ക് പോലത്തെ ഒരു റോളാണ്. മീൻസ് പുള്ളി ഒരു ടൈപ്പ് കാസ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ റോളൊന്നുമല്ല. പുള്ളി നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സന്ദീപ് പ്രദീപിൻ്റെ എടുത്ത് പറയേണ്ടത് ഒരു പ്രകടനം തന്നെയാണ്. കാരണം അവർ 2 വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് പുള്ളി ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷറഫുദ്ദീൻ, അത് പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണല്ലോ. നമുക്ക് പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അങ്ങനെ എല്ലാം കൂടെ ചേർത്തൊരു എന്താ പറയുക, ഒരു വ്യത്യസ്ത ഒരു നമ്മളെ പച്ചില സിനിമകളോ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയൊക്കെ പ്രതീക്ഷിച്ച് വരരുത്. ഇതൊരു വ്യത്യസ്ത പ്രമേയമാണ്. അത് ഒരു ഫൺ മോഡിൽ. പിന്നെ എനിക്ക് എന്തുകൊണ്ടോ ഒരു യൂട്യൂബർ അരുൺ പ്രദീപ് ഇതിനകത്തൊരു മുഴുനീള കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പുള്ളി ആ യൂട്യൂബ് ഷോർട്സിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഒരു വേരിയേഷനാണ്. അത് പലയിടത്തും അരോചകമായിട്ട് തോന്നി. അത് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പോയതും സിനിമ തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഒരു ജോണറിലൊക്കെയുള്ള സിനിമകളൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കാരണം നമുക്ക് എല്ലാ തരത്തിലുള്ള മലയാള സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ തരം ജോണറുകളുള്ള പടങ്ങൾ വരണമല്ലോ. നമുക്ക് എപ്പോഴും ഒരേ ഒരു എന്താ പറയുക, ഒരു റിയലിസ്റ്റിക് അല്ലെങ്കിൽ അണ്ടർ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ മാത്രം പോരല്ലോ. നമുക്ക് ഇങ്ങനെയുള്ള സിനിമകളും കൂടെ വരണം. അപ്പോഴത്തേക്കും അല്ലേ നമുക്ക് വ്യത്യസ്തമായൊരു ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനത്തെ സിനിമകളെ കൂടെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി വരുന്ന മറ്റ് സിനിമ ഇങ്ങനത്തെ ഒരു വ്യത്യസ്ത പ്രമേയങ്ങളുമായിട്ട് ആൾക്കാർക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അടിപൊളി പടമാണ്. എന്തായാലും പോയി കാണണം. എനിക്ക് ഒന്നും പറയാനില്ല. അടിപൊളി പടം. ഒരു രക്ഷയിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത്രയും ചിൽ മൂഡിൽ കണ്ട് എൻജോയ് ചെയ്ത് പറ്റി ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമ. അടിപൊളി മൂവിയായിരുന്നു. നമ്മുടെ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടമാണ്. കിടിലമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഒരു ഫാൻറ്റസി എലമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു പടമാണ്. സ്റ്റിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കണ്ട് എൻജോയ് ചെയ്തിറങ്ങും. കാരണം ഈ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ആ ക്യാരക്ടർ അതുപോലെ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ കണ്ടതിൽ ഒരു എന്താ പറയുക, കൊടുത്ത കാശ് മുതലെന്നൊരു ഫീലുണ്ട്. പിന്നെ ഒരു തവണ കാണാൻ കൊള്ളാമെന്നുള്ളൊരു മൂവിയാണ്. ഒരു നല്ല കോമഡി. 2 മണിക്കൂർ ചിരിച്ചിരിക്കാനുള്ള 2 മണിക്കൂറിൽ നമ്മൾ ഓർത്തിരിക്കാനുള്ള കഥയുണ്ട്.